വെൽക്കം ടു ഇതിഹാസ അക്കാഡമി. ഇതിഹാസ അക്കാഡമിയുടെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ICDS സൂപ്പർവൈസർ, സെറ്റ്, അതുപോലെ തന്നെ കേറ്ററ്റ് എക്സാമിനേഷൻ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്, സോഷ്യൽ ലേണിംഗ് തിയറി. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലേണിംഗ് തിയറികളാണ്. അപ്പം നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ലേണിംഗ് തിയറീസുകളെയാണ് നമ്മൾ അവിടെ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഫോർ ബിഹേവിയറിസ്റ്റ് തിയറികളെ നമ്മൾ പഠിച്ചു, ദെൻ കോഗ്നിറ്റീവ് തിയറി, ഗാഗ്നയുടെ ഹെറാർക്കി ഓഫ് ലേണിംഗ് തിയറീസുകളൊക്കെ തന്നെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ തിയറീസ് ഓഫ് ലേണിംഗ് അഥവാ സാമൂഹിക പഠന സിദ്ധാന്തങ്ങൾ. എന്നതാണ് സാമൂഹിക പഠന സിദ്ധാന്തങ്ങളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സാമൂഹിക പഠന സിദ്ധാന്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ വക്താവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയെ മച്ച് പോപ്പുലറൈസ് ആക്കി മാറ്റിയെടുത്തത് ആൽഫ്രഡ് ബന്ദുരയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോട്ടിങ്സ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദ മോസ്റ്റ് ലേണിംഗ് ഈസ് ഗൈൻഡ് ബൈ പീപ്പിൾ ബൈ ഹിസ് പെർസെപ്ഷൻ ആൻഡ് തിങ്കിങ് അബൌട്ട് വാട്ട് ദേ എക്സ്പീരിയൻസ്. നമ്മൾ എന്താണോ നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, നമ്മുടെ ധാരണകളിലൂടെ, നമ്മുടെ ചിന്തനങ്ങളിലൂടെയുമാണ് നമ്മൾ പകുതിയിലധികം അറിവും നമ്മൾ നേടിയെടുക്കുന്നത്. ദ മോസ്റ്റ് ലേണിംഗ് ഈസ് ഗൈൻഡ് ബൈ പീപ്പിൾ പെർസെപ്ഷൻ ആൻഡ് തിങ്കിങ് അബൌട്ട് വാട്ട് ദേ എക്സ്പീരിയൻസ് ഇൻ യുവർ സറൗണ്ടിങ്സ്. എസ്പെഷ്യലി സറൗണ്ടിങ്സ് തന്നെ എടുത്ത് തന്നെ ഇവിടെ പറയണം. ബിക്കോസ് ദ ലേൺ ബൈ കോപ്പിങ് ദ എക്സാമ്പിൾസ് ഓഫ് അതേഴ്സ് അറൗണ്ട് ദം. അവർക്ക് ചുറ്റുമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ളവരെ കോപ്പി ചെയ്തുകൊണ്ട്, അനുകരിച്ചുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൽഫ്രഡ് ബന്ദുരെ എന്താ പറയുന്നത്, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റുകളുണ്ട് കുട്ടികളെ. ലേണിംഗ് ത്രോ ഇമിറ്റേഷൻ ആൻഡ് സിമുലേഷൻ. ലേണിംഗ് ത്രോ ഇമിറ്റേഷൻ, പഠിക്കുന്നത് എങ്ങനെയാണ്, പഠനം എന്ന് പറയുന്നത് അനുകരണത്തിലൂടെയാണ്. ആൻഡ് ആൾസോ ലേണിംഗ് ത്രോ ഒബ്സർവേഷൻ, പഠനം എന്ന് പറയുന്നത് നിരീക്ഷണത്തിലൂടെയും ആൻഡ് ആൾസോ ഇമിറ്റേഷനിലൂടെയുമാണ്. അപ്പൊ ഈ 1-2 കോൺസെപ്റ്റുകളെ കൂടി കൊണ്ടുവന്നത് ആൽഫ്രഡ് ബന്ദുരയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹു ബിക്കെയിം ദ ഫാദർ ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി, അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ വക്താവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബന്ദുരയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി ഈ ഒരു തിയറിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലേണിംഗ് ത്രോ ഇമിറ്റേഷൻ ആൻഡ് സിമുലേഷൻ. അപ്പോൾ ലേണിംഗ് നടക്കുന്നത് ഏതിലൂടെയൊക്കെയാണ് കുട്ടികളെ? ഇമിറ്റേഷനിലൂടെയും സിമുലേഷനിലൂടെയുമാണ് പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ അനുകരണത്തിലൂടെയും സാമൂഹിക രംഗാവിഷ്കരണത്തിലൂടെയുമാണ് കുട്ടികൾ ഓരോന്നും പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എടുത്തു പഠിക്കേണ്ടിയിട്ടുള്ള 2 വക്താക്കൾ എന്നറിയപ്പെടുന്നത് ഡോളഡ്, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഡോളഡും മില്ലറുമാണ്. ഡോളർ ആൻഡ് മില്ലർ ഈ 1941 സോഷ്യൽ ലേണിംഗ് ആൻഡ് ഇമിറ്റേഷൻ, അല്ലെങ്കിൽ ഡോളഡും മില്ലറും അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം 1941 പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഈ ഒരു ഗ്രന്ഥത്തിലൂടെയാണ് ലേണിംഗ് ത്രൂ ഇമിറ്റേഷൻ ആൻഡ് സിമുലേഷൻ എന്ന ആശയം ആദ്യമായിട്ട് അവര് ആ ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അനുകരണ പഠനം അഥവാ മാതൃക അനുകരണമാണ്. ഈ മാതൃക അനുകരണത്തിനാണ് നമ്മൾ ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ കൊണ്ടുവന്നത് ഡോളഡ് ആൻഡ് മില്ലർ ആണ്, മറന്നു പോവരുത്. ലേണിംഗ് ത്രൂ ഇമിറ്റേഷൻ ആൻഡ് സിമുലേഷൻ എന്ന് വെച്ചാൽ പഠനം നടക്കുന്നത് അനുകരണത്തിലൂടെയും അതുപോലെ തന്നെ രംഗാവിഷ്കരണത്തിലൂടെയുമാണ്. ഈ ഒരു കോൺസെപ്റ്റിനെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഡോളഡും മില്ലറുമാണ്. അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേരാണ് സോഷ്യൽ ലേണിംഗ് ആൻഡ് ഇമിറ്റേഷൻ ബൈ 1941. ഈ പുസ്തകത്തിന്റെ പേര് മറക്കരുത്. അപ്പോൾ ഈ ഒരു ആശയം, ഇപ്പൊ ലേണിംഗ് ത്രൂ ദി ഇമിറ്റേഷൻ ആൻഡ് സിമുലേഷൻ എന്നൊരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഡോളഡും മില്ലറും അവരുടെ സോഷ്യൽ ലേണിംഗ് ഇമിറ്റേഷൻ, സോഷ്യൽ ലേണിംഗ് ആൻഡ് ഇമിറ്റേഷൻ എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. അത് നമുക്ക് മനസ്സിലായി. ഈ ഒരു ഗ്രന്ഥം 1941 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബട്ട് ലേറ്റർ ദിസ് കോൺസെപ്റ്റ് മച്ച് പോപ്പുലറൈസ്ഡ് ബൈ ബന്ദുരൈ ആൻഡ് വാട്ടേഴ്സ്. ബന്ദുരയും വാട്ടേഴ്സനുമാണ് ഈ ഒരു ആശയത്തെ, ഈ അനുകരണ പഠനത്തെയും നിങ്ങൾ സാമൂഹിക രംഗാവിഷ്കരണ സിമുലേഷനെ വളരെയധികം പോപ്പുലറൈസ് ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഡോളഡും മില്ലറുമാണെങ്കിലും ഈ ഒരു കോൺസെപ്റ്റിനെ മറ്റ് പോപ്പുലറൈസ്ഡ് ആക്കിയിട്ടുള്ളത് ആരൊക്കെയാണ്? ബന്ദുരയും
വാട്ടേഴ്സിനുമാണ്. അപ്പൊ അവരുടെ ഒരു ഗ്രന്ഥം കൂടി ഞങ്ങൾക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. 1963 സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇത്രയുമാണ് കുട്ടികളെ. 1963 സാമൂഹിക പഠനവും വ്യക്തിത്വ വികാസവും എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ആരൊക്കെ ചേർന്നിട്ടാണ്? ബന്ദുരയും വാൾട്ടേഴ്സും. അപ്പൊ ഈ ഒരു ഗ്രന്ഥം എഴുതുന്നതിന് തയ്യാറാക്കുന്നതിന് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ആരെന്ന് ചോദിക്കുമ്പോൾ ഡോളറും മില്ലറും കൊണ്ടുവന്ന് സോഷ്യൽ ലേണിംഗ് ആൻഡ് ഇമിറ്റേഷൻ എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റ് ആണ്. ആ ഒരു കോൺസെപ്റ്റിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് 1963 സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു അനദർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകം, ഒരു ബുക്ക് പബ്ലിഷ്ഡ് ബൈ ദ ബന്ദുര ആൻഡ് വാൾട്ടേഴ്സ്. അങ്ങനെ ഈ ഒരു ലേണിംഗ് ത്രൂ ദി ഇമിറ്റേഷൻ ആൻഡ് സിമുലേഷൻ എന്നറിയുന്ന ആശയത്തെ മച്ച് പോപ്പുലറൈസ്ഡ് ഗിവൻ ബൈ ബോത്ത് ഓഫ് ദീസ് സൈക്കോളജിസ്റ്റ്, ഫേമസ് എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് ആൾസോ. അപ്പോൾ ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പൊ ഈ ഒരു പുസ്തകങ്ങൾ നിങ്ങൾ എടുത്തെടുത്ത് തന്നെ പഠിക്കണം. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ഈ ഒരു ആശയത്തെ അനുകരണ പഠനത്തെ അഥവാ മാതൃകാ അനുകരണത്തെ വളരെയധികം എന്താ പറയുന്ന ഒരു പോപ്പുലറൈസ് ആക്കി മാറ്റിയത്, ജനകീയ ശ്രദ്ധ പിടിച്ചു വരുത്തിയത് ആരിലൂടെയാണ്? ബന്ദുരയിലൂടെയും വാൾട്ടേഴ്സണിലൂടെയും. അവരുടെ ഗ്രന്ഥത്തിന്റെ പേര് 1963 പ്രസിദ്ധീകരിച്ചിട്ടുള്ള സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന ഗ്രന്ഥം അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് 1969 ബന്ദുരെ അദ്ദേഹത്തിന്റെ മറ്റൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്ന ആ ഗ്രന്ഥത്തിന്റെ പേര്? പ്രിൻസിപ്പിൾ ഓഫ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്ന പേരിലും 1971 മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥം കൂടി ആൾസോ പബ്ലിഷ്ഡ് ബൈ ബന്ദുര, ദാറ്റ് ബൈ psychological modeling. Both of these tests are written by the famous educational psychologist, and also he became the father of social learning theory by ആൽഫ്രഡ് ബന്ദുരെ. അദ്ദേഹം ആൽഫ്രഡ് ബന്ദുരെ കൊണ്ടുവന്ന രണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് 1969 പ്രസിദ്ധീകരിച്ച പ്രിൻസിപ്പിൾ ഓഫ് ബിഹേവിയറൽ മോഡിഫിക്കേഷനും 1971 പബ്ലിഷ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ മോഡലിംഗ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥവും. ഈ രണ്ട് ഗ്രന്ഥങ്ങളും പ്രീവിയസ്ലി എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാ പോയിന്റുകളും വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വളരെ പ്രാധാന്യം അർഹിക്കുന്ന പോയിന്റുകളാണ് ഈ ഓരോ പോയിന്റുകളും. അപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടക്കാം. അപ്പൊ ഈ ഭാഗമൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്കുകൾ വളരെ പ്രാധാന്യമാണ് കേട്ടോ. ഇനി നമുക്ക് സോഷ്യൽ ലേണിംഗ് തിയറിയിലേക്ക് കടക്കാം. ആൽഫ്രഡ് ബന്ദുരെ he was born on 1925, is died in 2021 അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ഈസ് ദ ഫാദർ ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി. അദ്ദേഹത്തെയാണ് സോഷ്യൽ ലേണിംഗ് തിയറിയുടെ പിതാവ് അല്ലെങ്കിൽ വക്താവ് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് ബന്ദുരയാണ്. മനസ്സിലായി. ഇൻ 1960 he conducted the now famous experiments is called the എന്താ പറയുന്ന ബോബോ ഡോൾ എക്സ്പെരിമെന്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുകരണ പഠനത്തിന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന ഒരു പ്രചോദനം ലഭിച്ചിട്ടുള്ളത് ഏതിൽ നിന്നുമാണ് കുട്ടികളെ? അദ്ദേഹത്തിന്റെ ഈ ഒരു സോഷ്യൽ ലേണിംഗ് തിയറിക്ക് വളരെയധികം പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം കൊണ്ടുവന്ന 1960 മനസ്സിലാക്കി കണ്ടക്ട് ചെയ്ത ഫേമസ് എക്സ്പെരിമെന്റേഷൻ അദ്ദേഹം കണ്ടക്ട് ചെയ്തു. അതാണ് ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ബോബോ ഡോൾ എക്സ്പെരിമെന്റിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഈ സാമൂഹിക അനുകരണം കുട്ടികളിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ആൽഫ്രഡ് ബന്ദുരെ വ്യക്തമാക്കി തന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ആൽഫ്രഡ് ബന്ദുരെ ബോബോ ഡോൾ പരീക്ഷണം നടത്തിയിട്ടുള്ളത് 1961 കേട്ടോ. 1961 പരീക്ഷണം നടത്തിയിട്ട്. അതും കൂടെ മനസ്സിലാക്കാം. ഈ ഒരു പരീക്ഷണം കൊണ്ടുവന്നത് ബോബോ ഡോൾ പരീക്ഷണം അദ്ദേഹം കൊണ്ടുവന്നത് ഏത് വർഷവാ? 1960 എക്സ്പെരിമെന്റേഷൻ. അപ്പൊ അതിനെ ബോബോ ഡോൾ പരീക്ഷണം 1961 മുതൽ 63 വരെ അദ്ദേഹം നടത്തി. എക്സ്പെരിമെന്റേഷൻ കണ്ടക്ടഡ് ബൈ him in 1961 to 63. 1961 മുതൽ 63 വരെയാണ് ഈ ബോബോ ഡോൾ എക്സ്പെരിമെന്റേഷൻ. അപ്പൊ ഈ ബോബോ ഡോൾ എക്സ്പെരിമെന്റേഷനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ വക്താവ് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് ബന്ദുരയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിക്ക് പ്രചോദനമായിട്ടുള്ള അദ്ദേഹം കൊണ്ടുവന്ന ബോബോ ഡോൾ എക്സ്പെരിമെന്റേഷൻ ആണ് ഈ കണ്ടക്ടഡ് ബൈ 1961 to 63 വരെ അദ്ദേഹം ഈ ഒരു പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അല്ലെ? അതായത് ഒരു നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഇത്രയുമാണ് കുട്ടികളെ. എങ്ങനെയാണ് ഒരു മുതിർന്നയാൾ ഒരു പാവയെ പോലെയുള്ള ഒരു കളിപ്പാട്ടത്തിന് നേരെ അക്രമോത്സുകമായ ഒരു വ്യക്തി പെരുമാറുന്നത്? ഇങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ സാമൂഹിക അനുകരണം എങ്ങനെയാണ് നടക്കുന്നത്
എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വ്യക്തമാക്കി തരുന്നത് അദ്ദേഹത്തിന്റെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് എക്സ്പെരിമെന്റേഷൻ വിച്ച് ലീഡ് ടു ദ ഒഫീഷ്യൽ റൈറ്റിംഗ് ഇൻ സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പൊ ഈ ഒരു ബോബോഡൽ എക്സ്പെരിമെന്റേഷന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഒരു ഒഫീഷ്യൽ റൈറ്റിംഗ്സ് ആയിട്ട് അദ്ദേഹം 1977 സോഷ്യൽ ലേണിംഗ് തിയറിയെ കുറിച്ച് അദ്ദേഹം ഔദ്യോഗികമായ രചനയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. എന്ന 1977 അദ്ദേഹം ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിലേക്ക് അദ്ദേഹത്തെ 1977 എത്തിച്ചത് ആക്ച്വലി ഈ ബോബോഡോൾ എക്സ്പെരിമെന്റേഷനിലൂടെയാണ്. മനസ്സിലാവുന്നില്ലല്ലോ? അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വ്യക്തി അക്രമോത്സവമായിട്ട് പെരുമാറുന്നത്, അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് ഇത്രയുമാണ്. കുട്ടികൾ, ഒരു കുട്ടി എങ്ങനെയാണ് പെരുമാറ്റം പഠിക്കുന്നത് അല്ലെ? അതായത് ഒരു ബോബോ പാവയെ ശാരീരികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതിന് മുതിർന്നയാൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു പ്രതിഫലം ലഭിക്കുകയോ ശിക്ഷിക്കപ്പെടുകയോ ഒക്കെ അതിന്റെ അനന്തരഫലം നേരിടുകയോ ഒക്കെ തന്നെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ബോബോ പരീക്ഷണത്തിലൂടെ. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ ഇതിലൂടെയാണ് അദ്ദേഹം ഈ ബോബോഡോൾ എക്സ്പെരിമെന്റേഷൻ നടന്നത്. അതായത് ഒരു മുതിർന്ന വ്യക്തി എങ്ങനെയാണ് ഒരു പാവയെ പോലെയുള്ള കളിപ്പാട്ടത്തിന് നേരെ തന്റെ അക്രമോത്സുകമായിട്ടുള്ള പെരുമാറ്റം നടത്തുന്നത്, ഒരു കുട്ടി എങ്ങനെയാണ് തന്റെ സമൂഹത്തിൽ നിന്ന് പല കാര്യങ്ങളും ഒബ്സർവേഷനിലൂടെ അനുകരണത്തിലൂടെ മനസ്സിലാക്കി എടുക്കുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ബോബോഡോൾ എക്സ്പെരിമെന്റേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിലൂടെ കുട്ടികളുടെ എന്താ പറയുന്നത്, കുട്ടികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എക്സ്പെരിമെന്റേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് എക്സ്പെരിമെന്റേഷൻ ഷോ ഹൗ ചിൽഡ്രൻ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ലേണിംഗ് ആൻഡ് ഇന്റർനലൈസ് ഓർ ഇമിറ്റേറ്റ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. അല്ല, അതല്ലേ അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അറൗണ്ട് യുവർ പേഴ്സൺ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളെ അനുകരിച്ചുകൊണ്ട് അവൻ ഓരോന്നും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ആൽഫ്രഡ് ബന്ദുര then applied this insight to the behavioral development of his students. പിന്നെ അദ്ദേഹം ഈ പരീക്ഷണത്തിൽ ബോബോഡോൾ എക്സ്പെരിമെന്റേഷനിൽ കൂടെ കൊണ്ടുവന്ന പരീക്ഷണം അദ്ദേഹം തന്റെ കുട്ടികളിലൂടെയാണ് മനസ്സിലാക്കിയെടുത്ത് അപ്ലൈ ചെയ്തത്. എങ്ങനെ കുട്ടികളുടെ പഠനത്തിൽ ഈ ബോബോഡോൾ എക്സ്പെരിമെന്റേഷൻ ഹെൽപ്പ് ചെയ്യും. ഈ എക്സ്പെരിമെന്റേഷൻ തന്നെയായിരുന്നു പിൽക്കാലഘട്ടത്തിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്നറിയപ്പെടുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റൈറ്റിംഗ്സ് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഓഫ് ദി എക്സ്പെരിമെന്റ് വാസ് നത്തിങ് ഹൗ ചിൽഡ്രൻ ബിഹേവ് ആഫ്റ്റർ സീയിങ് ദ അഡൽട്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തികള് മുതിർന്ന ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത് അത് കണ്ടിട്ടാണല്ലോ നമ്മൾ അനുകരിക്കുന്നത്. അത് തന്നെയാണ് ആ പാവയെ നോക്കിയിട്ട് ആ പാവയോടുള്ള അക്രമോത്സവം കാണിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ നമ്മളത് എങ്ങനെയാണ് ഈ കുട്ടി നോക്കും, ആ വ്യക്തി എങ്ങനെയാണ് ആ പാവയോട് ഈ അതിക്രമം കാണിക്കുന്നത്. ഇത്തരത്തിൽ മുതിർന്നവർ ചെയ്യുന്ന പല കാര്യങ്ങളും അവൻ അനുകരിക്കാൻ ശ്രമിച്ചു. ഇതായിരുന്നു ആ ബോബോഡോൾ എക്സ്പെരിമെന്റേഷൻ എന്നറിയപ്പെടുന്നത്. മനസ്സിലായത്? ഫിസിക്കലി അബ്യൂസിങ് ദി ബോബോഡോൾ, നമ്മൾ ശാരീരിക അക്രമം കാണിക്കുന്നു. ദിസ് എക്സ്പെരിമെന്റ് ഹെൽപ്ഡ് ഷോ ഹൗ ചിൽഡ്രൻ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ലേണിംഗ് ഓർ ഇമിറ്റേറ്റ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകും എന്ന്. ഇതാണ് ഈ ബോബോഡോൾ എക്സ്പെരിമെന്റേഷൻ. അത് ഇടക്കിടക്ക് ചോദിക്കും. 1960 ബോബോഡോൾ എക്സ്പെരിമെന്റേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. എത്ര വർഷം നീണ്ടു നിന്നു? 1961 to 63 വരെ നീണ്ടു നിന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇൻ ദി സോഷ്യൽ ലേണിംഗ് തിയറി എംഫസൈസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവിംഗ് ആൻഡ് മോഡലിംഗ്. ഇനി ഈ പറയുന്ന സോഷ്യൽ ലേണിംഗ് തിയറിയിൽ നമ്മൾ മച്ച് എംഫസൈസ് ഗിവൻ ടു ദി ഇമ്പോർട്ടൻസ് ഒബ്സർവിംഗ്. നമ്മുടെ നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും മാത്രം പോരാ കുട്ടികളെ പഠനം എന്ന് പറയുന്നത്. നമ്മൾ ഈ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ഇമിറ്റേഷനിലൂടെയും നിരീക്ഷണത്തിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മോഡലിംഗ് ചെയ്യും, പ്രകടിപ്പിക്കണം എന്നാണ്. അത് മോഡലിംഗ് എന്ന് പറയുമ്പോൾ പ്രകടനം അല്ലെ, നമ്മുടെ പ്രകടനമാക്കണം. അതിനെയാണ് ഈ മോഡലിംഗ് എന്ന് പറയുന്നത്. ദ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇമോഷണൽ റിയാക്ഷൻസ് ഓഫ് അതേഴ്സ്. ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇപ്പൊ നമ്മൾ ആ ബോബോഡോൾ എക്സ്പെരിമെന്റേഷൻ അത് തന്നെയാണ് കണ്ടത്. ദ ബിഹേവിയേഴ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇമോഷണൽ റിയാക്ഷൻസ് ഓഫ് അതേഴ്സ്. മറ്റ് വ്യക്തികളുടെ ഇമോഷൻസുകൾ, ആറ്റിറ്റ്യൂഡ്സുകൾ, മനോഭാവങ്ങൾ, റിയാക്ഷൻസ് ഓഫ് അതേഴ്സ് എന്താണ് എന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുന്നു. Social learning theory focus on the learning that occur with a social context. സാമൂഹിക പഠനങ്ങൾ ഈ സോഷ്യൽ ലേണിംഗ് തിയറി ഫോക്കസ് ചെയ്തിരിക്കുന്ന ലേണിംഗ് എങ്ങനെ, പഠനം എങ്ങനെ നടക്കും? നമ്മുടെ സാമൂഹിക പരിസ്ഥിതിക്ക് അനുസരിച്ചാണ് പഠനം. നമ്മുടെ സാമൂഹിക പരിസ്ഥിതിയിൽ നിന്നും പലതും കണ്ടും കേട്ടും ഒബ്സർവ് ചെയ്തും, അല്ലെങ്കിൽ അതിനെ പ്രകടിപ്പിച്ചും അനുകരിച്ചും, അങ്ങനെ അനുകരിക്കുന്നു, നിരീക്ഷിക്കുന്നു, അനുകരിക്കുന്നു, പ്രകടിപ്പിക്കുന്നു. ഇതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കണം. ശ്രദ്ധിക്കുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, പിന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, പിന്നെ മോഡലിംഗ് ചെയ്യുന്നു. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇങ്ങനെയാണ് നമ്മളെ പഠനം സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഭാഗമായിട്ട്
നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനെയാണ് ബേസിക് പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് തന്നെ. ഒബ്സർവേഷൻ ലേണിംഗ്, ഇൻട്രിൻസിക് റീഇൻഫോഴ്സ്മെന്റ് അത് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ആണ് അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പഠനം. ഇൻട്രിൻസിക് മോട്ടിവേഷനിലൂടെ, എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്, ഇൻട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്. ഇത് ആന്തരികമായൊരു അഭിപ്രേരണയിലൂടെ നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ പഠിക്കും. പിന്നെ മോഡലിംഗ് പ്രോസസ്സ്, അങ്ങനെ പഠിച്ച കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മോഡലിംഗ് ചെയ്യും, പ്രകടിതമാക്കും. അപ്പൊ നമ്മൾ ആ ഒരു 3 പോയിന്റുകൾ നിങ്ങൾ പഠിക്കണം. സോഷ്യൽ ലേണിംഗ് തിയറി എംഫസൈസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവിംഗ് ആൻഡ് മോഡലിംഗ്, then the behavior, attitude and emotional reactions of others. Social learning theory focus on the learning that occur with the social context. നമ്മുടെ സാമൂഹിക പരിസ്ഥിതിയിൽ നിന്നുമാണ്, നമ്മുടെ അത് സറൗണ്ടിങ്സ്, ഇൻ യുവർ സറൗണ്ടിങ്സ് വി ഒബ്സർവ് ദ ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് their personalities. നമ്മൾ വ്യക്തികളെ അനുകരിക്കുന്നു, അവരെ മാതൃകയാക്കുന്നു, അതിലൂടെ ഒബ്സർവ് ചെയ്തു നമ്മൾ ഓരോന്നും പ്രകടിതമാക്കുന്നു. ഇങ്ങനെയാണ് കുട്ടികൾ സാമൂഹിക അനുകരണം സാധ്യമാക്കി എടുക്കുന്നത് എന്നുള്ളതാണ് ആര് വ്യക്തമാക്കിയത്? ആൽഫ്രഡ് ബന്ദുരെ തന്റെ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഭാഗമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മൾ സോഷ്യൽ കോഗ്നിറ്റീവ്, അപ്പൊ സോഷ്യൽ ലേണിംഗ് തിയറി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറി. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം കൂടിയായിരുന്നു കുട്ടികളെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്നറിയപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി കോഗ്നിറ്റീവ് തിയറി എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. സാമൂഹിക ഭൗതിക സിദ്ധാന്തം, അദ്ദേഹത്തിന്റെ, അതായത് ആൽഫ്രഡ് ബന്ദുരയുടെ സാമൂഹിക ഭൗതിക സിദ്ധാന്തം എന്നാ പറയുന്നത്. ആൽഫ്രഡ് ബന്ദുര ഈസ് ഓൾസോ ദ ക്രിയേറ്റർ ഓഫ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. സോ അദ്ദേഹം ഒരു സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയുടെ കൂടി വ്യക്താവാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ തിയറീസുകൾ എല്ലാം തന്നെ എന്താ പറയുന്നത് കോഗ്നിറ്റീവ് തിയറിയുടെ പാർട്ടാണ്. പക്ഷേ കോഗ്നിറ്റീവ് തിയറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തിയറികളെല്ലാം ഇൻ യുവർ സോഷ്യൽ കണ്ടക്സ്റ്റിൽ പഠിപ്പിക്കുന്നു അല്ലെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ എൽഡേഴ്സ്, അല്ലെങ്കിൽ ഇമിറ്റേഷനിലൂടെ, ഒബ്സർവേഷനിലൂടെ. പക്ഷെ നമ്മൾ കോഗ്നിറ്റീവ് തിയറിയിൽ പറയുന്നത് എന്ന് വെച്ചാൽ നോളജ് കൺസ്ട്രക്ട് ബൈ ഹിം, നമ്മൾ സ്വയം നമ്മുടെ ഡിസ്കവേർഡ് ചെയ്തെടുക്കുകയാണ്. അവിടെ നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പിംഗ് ആവശ്യമില്ല. ബട്ട് ഹിയർ നമ്മൾ ഒരു അഡൽട്ടിന്റെയോ അനുകരണം എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവരെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സോഷ്യൽ തിയറിയും ഈ കോഗ്നിറ്റീവ് തിയറിയും തമ്മിലുള്ള ഒരു എന്താ പറയുന്നത്, ഈ രണ്ട് പെർസ്പെക്റ്റീവ്സ് ഒന്ന് തന്നെയാണ് രണ്ടിന്റെയും. നമ്മൾ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് പലതും ഒബ്സർവേഷനിലൂടെ പഠിക്കുന്നു. പക്ഷെ നമ്മൾ സ്വയം അറിവ് അങ്ങനെ നമ്മുടെ സ്റ്റിമുലസിലൂടെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, സ്വയം അറിവിനെ നേടിയെടുക്കുന്നു സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് തിയറി. അപ്പോൾ ആൽഫ്രഡ് ബന്ദുര ഈസ് ഓൾസോ ദ ക്രിയേറ്റർ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി വിച്ച് ആഡ് ദ ബ്രോഡർ സ്കോപ്പ് ടു സോഷ്യൽ ലേണിംഗ് തിയറി ആൻഡ് കണക്റ്റഡ് ടു ദ കോഗ്നിറ്റീവ് തിയറി ഓഫ് ലേണിംഗ്. When examining the decision making and learned behavior, cognitive theory expands on social learning theory by taking into consideration contribution factors such as the individual personality and thought process, the benefit of the behavior itself and their environment. എന്ന് വെച്ചാൽ ഇത്രയുമാണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയുടെ വക്താവ് കൂടിയാണ് ആൽഫ്രഡ് ബന്ദുരെ. ഇത് സോഷ്യൽ ലേണിംഗ് സിദ്ധാന്തത്തിന് ഇവിടെ എന്ന് വെച്ചാൽ ഒരു വിശാലമായ വ്യാപ്തി നൽകുന്നതിനാണ് അദ്ദേഹം ഈ കോഗ്നിറ്റീവ് തിയറി അപ്ലൈ ചെയ്തത് അല്ലെ. ടു ആഡ് ദ ബ്രോഡർ സ്കോപ്പ് ടു സോഷ്യൽ ലേണിംഗ് തിയറി ആൻഡ് കണക്റ്റഡ് ടു ദി കോഗ്നിറ്റീവ് തിയറി ലോൺ വെൻ എക്സാമിൻ ദ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലേണർ ബിഹേവിയർ. അപ്പൊ നമ്മളിവിടെ എക്സാമിൻ ചെയ്യുന്നത് എങ്ങനെയാണോ ഒരു കുട്ടിയുടെ പെരുമാറ്റത്തെ നമ്മൾ എക്സാമിൽ പരിശോധിക്കുന്നത്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ ചിന്തന പ്രക്രിയ, അവന്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ എടുക്കല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ദ തിയറി എക്സ്പാൻഡ് ഓൺ സോഷ്യൽ ലേണിംഗ് തിയറി ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ contribution factors such as individual personality, thought process, benefit of the behavior itself and their environment. അപ്പൊ ഇത്തരത്തിലുള്ള സംഭാവനകളെ കൂടി നമ്മൾ കണക്കിലെടുക്കുന്ന സമയത്ത് അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ചിന്താ പ്രക്രിയകൾ, ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റത്തിന്റെ പല നേട്ടങ്ങളും അവരുടെ പരിസ്ഥിതിയിലുള്ള സംഭാവനകൾ, പരിസ്ഥിതി നൽകുന്ന സംഭാവനകളെ കൂടി നമ്മൾ കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ്. ദ ബെനിഫിറ്റ് ഓഫ് ദ ഇറ്റ്സെൽഫ് ആൻഡ് ദിയർ എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റിലൂടെ ഉള്ള പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്ന പല കോൺട്രിബ്യൂഷൻസുകളും, സംഭാവനകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ പങ്കുകൊള്ളിക്കുന്നു. എങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ സോഷ്യൽ ലേണിംഗ് തിയറി എന്നാണ് ആര് വ്യക്തമാക്കിയ? ആൽഫ്രഡ് ബന്ദുര വ്യക്തമാക്കി. അദ്ദേഹവും പരിസ്ഥിതിയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയുടെ വക്താവ് കൂടിയാണ്. അത് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ചിന്തന പ്രക്രിയകൾ, സോഷ്യൽ ബിഹേവിയർ, നിങ്ങൾ തിങ്കിങ് സ്ട്രാറ്റജി, ഇതെല്ലാം നടക്കുന്നത് എന്തിലൂടെയാണ്? ദ ബെനിഫിറ്റ് ഓഫ് ഇറ്റ്സെൽഫ് ആൻഡ് ദെയർ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിയിലൂടെ. ആ പരിസ്ഥിതി നമുക്ക് നൽകുന്ന സംഭാവനകൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് ഇതിലൂടെ വികസിതമാകും. എപ്പോഴാണോ ഒരു ബ്രോഡർ സ്കോപ്പ് വരുന്നത് സോഷ്യൽ ലേണിംഗ് തിയറി വിത്ത് ഹെൽപ്പ് ഓഫ് ദെയർ
their environment also. Much contribution in the field of social environment. The social cognitive theory, Bandure postulates that people are not just shaped by their environment and their inner forces, but they also strive to influence their environment and inner forces. Self-efficiency is a crucial concept with this theory. അപ്പോൾ ഇവിടെയും പറയുന്നുണ്ട് വ്യക്തികൾ എങ്ങനെയാണോ അതായത് സാമൂഹിക വൈജ്ഞാനിക സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് ആൽബർട്ട് ബന്ദുര പറയുന്നതെന്ന് വെച്ചാൽ ആളുകൾ അവരുടെ പരിസരവുമായിട്ട് അവരുടെ ചുറ്റുപാടുകളുമായിട്ടും തൻ്റെ ഇന്നർ ഫോഴ്സ് തൻ്റെ ആന്തരിക ശക്തികളുമായിട്ടും എന്താ പറയുന്നത് രണ്ടും തമ്മിലുള്ള ഒരു സ്വാധീനത്തിൽ എത്തിക്കാൻ അവർ ശ്രമിക്കുന്നു. അല്ലാതെ ഒന്നു മാത്രം കഴിയത്തില്ല. ഇന്നർ ഫോഴ്സസ് ബട്ട് ദേ ആർ ആൾസോ ട്രൈ ടു ഇൻഫ്ലുവൻസ് ദെയർ environment and their inner force. Self efficiency is the crucial concept. ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സെൽഫ് എഫിഷ്യൻസി ആണ്, സ്വയം ഫലപ്രാപ്തി അല്ലെ. നമ്മുടെ ഒരു സെൽഫ് എഫിഷ്യൻസിക്ക് ഇങ്ങനെ നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലുവൻസിലൂടെയും നമ്മുടെ ഇന്നർ ഫോഴ്സിലൂടെയും ചേർന്ന് കൊണ്ടുള്ള ആ സെൽഫ് എഫിഷ്യൻസി ഈസ് ദ ക്രൂഷ്യൽ കോൺസെപ്റ്റ് വിത്തിൻ ദ തിയറി. അപ്പൊ നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറിയിലൂടെ ഒരു ക്രൂഷ്യൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെൽഫ് എഫിഷ്യൻസി. ആ ഒരു സെൽഫ് എഫിഷ്യൻസി നമുക്ക് എങ്ങനെയാ വരുന്നത്? വിത്ത് യുവർ എൻവയോൺമെന്റ് ആൻഡ് അവർ ഇന്നർ ഫോഴ്സസ്, അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓക്കെ, ദെൻ ഇനി ഇദ്ദേഹത്തിന്റെ കുറച്ച് അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള സോഷ്യൽ ലേണിംഗ് തിയറി എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ഈ സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ബേസിക് സോഷ്യൽ ലേണിംഗ് തിയറിയുടെ കോൺസെപ്റ്റ്സുകളെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഒബ്സർവേഷൻ ലേണിംഗ് ആണ് അല്ലെ. ബേസിക് സോഷ്യൽ, അതായത് സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ബേസിക് ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്സർവേഷൻ ലേണിംഗ്, നിരീക്ഷണ പഠനം. പീപ്പിൾ ക്യാൻ ലേൺ ത്രൂ ഹിസ് ഒബ്സർവേഷൻ. ഞാൻ പറഞ്ഞല്ലോ, നിരീക്ഷണ പഠനം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നിരീക്ഷണത്തിന് നമ്മളെപ്പോഴും പ്രാധാന്യം, നമ്മുടെ അനുകരണത്തെ പോലെ നമ്മൾ നമ്മുടെ നിരീക്ഷണത്തിനും വേണ്ട പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ക്ലാസ് റൂമിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കുന്ന നിരീക്ഷണങ്ങൾ അല്ലെ, നമ്മൾ ക്ലാസ് റൂമിലുള്ള അധ്യാപികകൾ കൊടുക്കുന്ന ആ ഒരു നിരീക്ഷണം, ഇവിടെ നമ്മൾ ആ നിരീക്ഷണ പഠനത്തിന് പ്രാധാന്യം കൊടുക്കണം. നിരീക്ഷണ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ടീച്ചർ സജ്ജമാക്കി കൊടുക്കണം ഇൻ യുവർ ക്ലാസ് റൂം. അതാണ് ഈ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ ലേണിംഗ് പീപ്പിൾ ക്യാൻ ലേൺ ത്രൂ ഹിസ് ഒബ്സർവേഷൻ, നിരീക്ഷണത്തിലൂടെ അവൻ ഓരോന്നും പഠിക്കുന്നു. ഇനി ഇൻട്രിൻസിക് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ മെന്റൽ സ്റ്റേറ്റ്സ് ആർ ഇമ്പോർട്ടന്റ് ഫോർ ലേണിംഗ് ഇൻട്രിൻസിക് റീഇൻഫോഴ്സ്മെന്റ്. സോ ഇൻട്രിൻസിക് റീഇൻഫോഴ്സ്മെന്റ് ഇസ് ദ ഫോം ഓഫ് ഇന്റേണൽ റിവാർഡ് സച്ച് ആസ് പ്രൈഡ്, സാറ്റിസ്ഫാക്ഷൻ, ദ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ആൾസോ. ഇൻട്രിൻസിക് എന്ന് വെച്ചാൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഒരു പ്രകടനങ്ങളെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നിരീക്ഷണത്തിലൂടെയും നമ്മുടെ ഇമിറ്റേഷനിലൂടെയും പഠിക്കുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നർ കോഴ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആന്തരികപരമായിട്ടുള്ള ചില പ്രകടനങ്ങൾ കൂടി നമുക്ക് ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ആന്തരിക പ്രകടനം എന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്സ് ആണ്, നമ്മുടെ എന്താ പറയുന്ന മാനസിക വ്യവസ്ഥകളാണ്. നമ്മുടെ മാനസികപരമായിട്ടുള്ള പല മെന്റൽ സ്റ്റേറ്റ്സുകൾ തന്നെയാണ് നമ്മളെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം അല്ലെ. ദാറ്റ് ഇസ് ദ മെന്റൽ സ്റ്റേറ്റ്സ് ആർ ഇമ്പോർട്ടന്റ് ഫോർ ലേണിംഗ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇപ്പൊ ഇൻട്രിൻസിക് റീഇൻഫോഴ്സ്മെന്റ് ഈസ് ദ ഫോം ഓഫ് ഇന്റേണൽ റിവാർഡ്, നമുക്ക് ആന്തരികമായിട്ട് നമുക്ക് ലഭിക്കുന്ന സമ്മാനം. സച്ച് ആസ് പ്രൈഡ്, ഒരു എന്താ പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടല്ലോ നമ്മൾ ചില പ്രവർത്തികൾ ചെയ്യുക, അങ്ങനെ സ്വയം നമ്മൾ നേടിയെടുക്കുന്ന ദ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ഇതൊക്കെയാണ് അത് ഏറ്റവും ഉയർന്ന ഘട്ടം, അക്കംപ്ലിഷ്മെന്റ് തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുന്നു. റിവാർഡ് നമുക്ക് സ്വയം നമ്മൾ നേടിയെടുക്കുന്ന റിവാർഡ്, ഇന്റേണൽ അതായത് ഇൻട്രിൻസിക് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അന്തർലീനമായ അവൻ ബലപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അഭിമാനം, സംതൃപ്തി, അവന്റെ നേട്ടം, അങ്ങനെയൊക്കെ തുടങ്ങിയ അവന്റെ ആന്തരികമായിട്ടുള്ള അവന്റെ എന്താ പറയുന്ന ഒരു പ്രതിഫലനം, ആന്തരികമായിട്ട് അവൻ നേടിയെടുക്കുന്ന കാര്യങ്ങൾ അവൻ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നു നമ്മളിലൂടെ. അതിനെയാണ് ഇൻട്രിൻസിക് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഈ ഇൻട്രിൻസിക് റീഇൻഫോഴ്സ്മെന്റും വളരെ പ്രാധാന്യമാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ. ഇനി മോഡലിംഗ് പ്രോസസ്സ്, ഇനി വരുന്ന എന്താണ് കുട്ടികളെ? മോഡലിംഗ് പ്രോസസ്സിംഗ് ആണ്. അപ്പൊ മോഡലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം. മോഡലിംഗ് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താ? മോഡലിംഗ് പ്രോസസ് നോട്ട് ഓൾ ഒബ്സർവ്ഡ് ബിഹേവിയർ ആസ് എഫിഷ്യന്റ്ലി learned. The factors involving both the model and learner can play a role in whether social learning is successful. The following steps are involved in the observation learning and modeling process. ഇനി നമ്മൾ പല കാര്യങ്ങളും
അതായത് നമ്മൾ നിരീക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളും നമ്മൾ പെരുമാറ്റത്തിലൂടെ നിരീക്ഷിച്ച പല കാര്യങ്ങളും ഫലപ്രദമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പലപ്പോഴും കഴിയത്തില്ല. നോട്ട് ആൾ ഒബ്സർവ്ഡ് ബിഹേവിയേഴ്സ് ആർ എഫക്റ്റീവ്ലി ലേൺഡ്. അല്ലെ, പഠിച്ചതൊന്നും തന്നെ കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. എങ്ങനെ അല്ലെങ്കിൽ കൂടി മോഡലിംഗ് പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ അപ്പോൾ മോഡലിംഗ് അത്യാവശ്യം. നിരീക്ഷിച്ച എല്ലാ പെരുമാറ്റങ്ങളും ഫലപ്രദമായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ, നിരീക്ഷിച്ച പല കാര്യങ്ങളും ഫലപ്രദമായിട്ട് നമ്മൾ എഫക്റ്റീവ്ലി ലേൺ ചെയ്തില്ല എങ്കിൽ നമുക്ക് പ്രകടിതമാക്കാൻ കഴിയുമോ? ഇല്ല. അതാ ഉദ്ദേശിക്കുന്നത്. ഫാക്ടേഴ്സ് ഇൻവോൾവിംഗ് ബോത്ത് മോഡൽ ആൻഡ് ലേണർ ക്യാൻ പ്ലേ എ റോൾ ഇൻ ദ വെദർ സോഷ്യൽ ലേണിംഗ് ഈസ് സക്സസ്ഫുൾ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഒരു സോഷ്യൽ ലേണിംഗ് വിജയപ്രാപ്തി കൈവരിക്കുന്നത്? നിരീക്ഷിച്ച പല കാര്യങ്ങളും പെരുമാറ്റങ്ങളും ഫലപ്രദമായി നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഒരു സാമൂഹിക പഠനം വിജയപ്രദമാക്കുമെന്ന് പറയാൻ കഴിയത്തില്ല. അപ്പൊ അതെന്ത് ചെയ്യണം? സാമൂഹിക പഠനം വിജയകരമാണോ എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഈ മോഡലിംഗ് പ്രോസസ്സിങ്ങുമായിട്ട് ഞാൻ പഠിച്ച് അനുകരണത്തിലൂടെ, നിരീക്ഷണത്തിലൂടെ, എൻ്റെ ഇൻട്രൻസിക് റീഇൻഫോഴ്സ്മെന്റിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം പ്രകടിതമാക്കണം. എങ്കിലേ ഞാൻ എൻ്റെ സോഷ്യൽ ലേണിംഗ് ബിക്കേം എ മോർ സക്സസ്ഫുൾ ആയി മാറത്തുള്ളൂ. അപ്പൊ ഇനി എങ്ങനെ? ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ഒബ്സർവേഷൻ ലേണിംഗ് ആൻഡ് മോഡലിംഗ് പ്രോസസ്. ഇപ്പൊ താഴെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഒരു കുട്ടിയുടെ നിരീക്ഷണ പഠനവും ഒബ്സർവേഷൻ ലേണിംഗ് ആൻഡ് മോഡലിംഗ് പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്. എന്താണ് ആ നിരീക്ഷണ പഠനത്തിലും മോഡലിംഗ് പ്രോസസ്സിലും ഉൾപ്പെടുന്ന ഘട്ടങ്ങൾ? എങ്ങനെയാണ് നിരീക്ഷണ പഠനത്തിലൂടെയും മോഡലിംഗ് പ്രോസസ്സിലൂടെയും ഒരു വ്യക്തി തന്റെ സോഷ്യൽ ലേണിംഗ് വിജയപ്രാപ്തിയിൽ എത്തിച്ചേരുന്നു? ഈ ഒരു 4 ഘട്ടങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഘട്ടങ്ങളാണ്. അപ്പൊ നമുക്ക് ആ ഘട്ടങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് അറ്റൻഷൻ. എല്ലാവർക്കും വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. കാര്യം എല്ലാ എക്സാമിനേഷനും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുമുണ്ട്. അപ്പം ആദ്യം വരുന്ന എന്താണ്? അറ്റൻഷൻ ആണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ ശ്രദ്ധയാണ്, നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ. അതായത് ഒരു പഠിതാവ് എന്ത് കാര്യമാണോ പഠിക്കുന്നത്, പല സ്റ്റിമുലസുകളും അവൻ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം? ഒരു ശ്രദ്ധ നമ്മൾ എപ്പോഴും കൊടുക്കണം. അല്ല, നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിച്ചെടുത്താലും നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ആ ഒരു അറ്റൻഷൻ, ശ്രദ്ധയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഈ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ഈ അറ്റൻഷൻ എന്നറിയപ്പെടുന്ന പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന എന്താ കുട്ടികളെ? നമ്മുടെ പഠന അനുഭവങ്ങളാണ്, നമ്മൾ ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രീ റിക്വസ്റ്റുകളാണ്. മുമ്പ് നമ്മൾ മുന്നേ പഴയ ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രീ റിക്വസ്റ്റുകൾ നമ്മുടെ അറ്റൻഷനെ വളരെയധികം സ്വാധീനിക്കും. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സൈക്ലിംഗ് പഠിക്കാൻ ആരംഭിക്കുകയാണ് ഒരു കുട്ടി, കണ്ടല്ലോ. അപ്പൊ അവൻ എന്ത് ശ്രദ്ധയോടുകൂടി അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അറ്റൻഷൻ കൊടുക്കുകയാണ്, ശ്രദ്ധ കൊടുക്കുകയാണ്, അല്ലെ? അപ്പൊ നമ്മളെ എൻവയോൺമെന്റിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി എടുക്കുന്ന പല കാര്യങ്ങളും വളരെ ശ്രദ്ധയോട് കൂടിയാണ് ഒബ്സർവ് ചെയ്തെടുക്കേണ്ടത്. അതാണ് അറ്റൻഷൻ. പക്ഷെ ഈ ശ്രദ്ധ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രീ റിക്വസ്റ്റുകൾ വേണം, മുന്നറിവുകൾ വളരെ പ്രാധാന്യമാണ്. ഇതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്ന എന്താണ്? റിട്ടൻഷൻ ആണ്. അതായത് റിട്ടൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ അറ്റൻഷൻ, ശ്രദ്ധ പതിപ്പിച്ച് നമ്മുടെ സ്മരണയിൽ എന്ത് ചെയ്യണം? നമ്മൾ നിലനിർത്തണം. പഠിച്ച കാര്യങ്ങളെ നമ്മൾ മുദ്രണം ചെയ്യണം, അല്ല നമ്മൾ സ്മരണയിൽ നിലനിർത്തണം എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ശ്രദ്ധയിലൂടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ അറ്റൻഷൻ, അതായത് നമ്മൾ എന്ത് കാര്യമാണോ നമ്മുടെ ശ്രദ്ധയിലൂടെ പഠിച്ച് മനസ്സിലാക്കിയത്, ആ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ പഠിച്ച പുതിയ ഒരു കാര്യവുമായിട്ട് എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കണം. റിട്ടൻഷൻ അതായത് സ്മരണയിൽ കൊണ്ട് എത്തിച്ച കാര്യത്തിൽ സ്മരണയിൽ നിലനിർത്തിയിരിക്കണം. ഓക്കെ, ആ സ്മരണയിൽ ഇണക്കി ചേർക്കണം പുതിയ കാര്യത്തിലൂടെ. അതായത് ശ്രദ്ധയിലൂടെ നേടിയ പഠനം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നിലനിർത്തണം, റിട്ടൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നോക്കൂ, ഈ കുട്ടി ശ്രദ്ധ പതിപ്പിക്കുകയാണ് സൈക്ലിങ്ങിന്. അതിനുശേഷം അവൻ റിട്ടൻഷൻ, പഠിച്ച കാര്യത്തെ സ്മരണയിൽ നിലനിർത്തി ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. റിട്ടൻഷൻ ചെയ്തിരിക്കുകയാണ്. ആ സൈക്ലിങ്ങിന് മൂവ്മെന്റ്, അതേ സൈക്ലിങ്ങിന് ഉള്ള ആ ഒരു പഠിച്ചതിന് ശേഷം അവന്റെ ശ്രദ്ധയിൽ നിലനിർത്തി സൈക്ലിങ്ങിന് ആരംഭിക്കുകയാണ് അവൻ ചെയ്യുന്നത്. ഇനി അത് റീപ്രൊഡക്ഷൻ ചെയ്യുവാണ് നമ്മൾ. അപ്പൊ മോട്ടോർ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വേണമെങ്കിൽ പെർഫോമൻസ് എന്നോ പ്രകടനം എന്നോ ഒക്കെ തന്നെ നമുക്ക് പല പേരുകൾ വിളിക്കാം. മോട്ടോർ റീപ്രൊഡക്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം കുട്ടികളെ? പെർഫോമൻസ് എന്ന് വിളിക്കാം. നമ്മൾ പഠിച്ച കാര്യം പെർഫോമൻസ് അല്ലെ, നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചു, നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നിലനിർത്തി, ഇനി അതിനെ പെർഫോമൻസ് ചെയ്യണം. ഇതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതാണ് മോഡലിംഗിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, മോഡലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. മോട്ടോർ റീപ്രൊഡക്ഷൻ അഥവാ പെർഫോമൻസ്, അതായത് നമ്മൾ പല ഐക്കൺസുകളും നമ്മൾ കായിക പ്രകടനത്തിലൂടെയും പല ബിംബങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ, ഇപ്പൊ നേരത്തെ കണ്ടല്ലോ, ഒരു അച്ഛൻ ആ കുട്ടിക്ക് സൈക്കിൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് തുടക്കത്തിൽ. അപ്പൊ അവൻ ശ്രദ്ധ പതിപ്പിച്ചു. ഇനി അവൻ സ്വയം അങ്ങനെ
ചെയ്യണം, അതിനെ ആ പഠിച്ച ശ്രദ്ധയെ നിലനിർത്തി അവനിങ്ങനെ പെർഫോമൻസ് ആരംഭിക്കുക. അതിലൂടെ അവൻ സൈക്ലിംഗ് പഠിച്ചു. ഇനി എന്നെ പെർഫോമൻസ് ആരംഭിക്കുവാണ്. അത്രയും നേരം പഠിച്ച സൈക്ലിങ്ങിന്റെ ആ പെർഫോമൻസ് ആണ് വേണ്ടിയിട്ടുള്ളത്, പ്രത്യക്ഷ പ്രകടനങ്ങൾ. പക്ഷെ ഇവിടെ ഈ പ്രകടനം നടക്കുന്ന സമയത്ത് അനുകരണം വഴിയിട്ടാണ് ഈ പെർഫോമൻസുകൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ എന്താ പറയുക ഇമിറ്റേഷൻ. അനുകരണം വഴിയാണ് ഈ പ്രത്യക്ഷ പ്രകടനങ്ങൾ നടക്കുന്നത്. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്ത് വഴിയാണ് കുട്ടികളെ? നിങ്ങളുടെ ഇമിറ്റേഷൻ വഴി. എന്ന് മാത്രമല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയുന്നത് ട്രെയിനിങ്ങോട് കൂടി പരീക്ഷണങ്ങളും വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഗൈഡൻസ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെ. മോട്ടോർ റീപ്രൊഡക്ഷൻ്റെ അകത്ത് പെർഫോമൻസ് എന്ന് വെച്ചാൽ ഒരു കുട്ടി പഠിച്ച കാര്യങ്ങളെ പെർഫോമൻസ് ചെയ്യണമെങ്കിൽ ടീച്ചർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ടീച്ചർ ഉണ്ടാക്കി കൊടുക്കണ്ടേ? നിങ്ങൾ ടീച്ചറിന്റെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കണ്ടേ? ടീച്ചർ കൊടുക്കുന്ന നല്ല മാർഗനിർദ്ദേശങ്ങൾ, ടീച്ചർ കൊടുക്കുന്ന പ്രോപ്പർ ട്രെയിനിങ് അല്ലെ, അതുപോലെ തന്നെ ടീച്ചർ കൊടുക്കുന്ന പ്രത്യക്ഷ പ്രകടനങ്ങൾ അല്ലെ, അതിലൂടെ അവന്റെ ആ ഒരു പെർഫോമൻസ് ട്രെയിനിങ്ങിലൂടെയും, അതുപോലെ ഇത് ഇമിറ്റേഷൻ പ്രോപ്പർ ഗൈഡൻസ് ട്രെയിനിങ്. മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് മനസ്സിലാക്കൂ, ഇമിറ്റേഷൻ. ചിലർക്ക് നമ്മുടെ വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. ഇമിറ്റേഷൻ എന്ന് വെച്ചാൽ അനുകരണത്തിലൂടെ പഠിക്കും പെർഫോമൻസ് ശരിയാവണമെങ്കിൽ. പിന്നെ ക്ലാസ് റൂമിൽ വരുവാണെങ്കിൽ ടീച്ചർ ട്രെയിനിങ് കൊടുക്കും, നല്ല ട്രെയിനിങ് കൊടുക്കും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കും. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, കാര്യക്ഷമമായി അവൻ പഠിച്ച കാര്യത്തെ ഫലപ്രദമായിട്ട്, പിന്നെ മറ്റൊരു കാര്യം കൂടെ പഠിക്കണം, പര്യാപ്തമായ ആവർത്തനം അല്ലെ. പര്യാപ്തമായ ആവർത്തനം എന്നിവയൊക്കെ തന്നെ ആവർത്തനം, നമ്മൾ പഠിച്ച കാര്യത്തെ ട്രെയിനിങ്ങിൽ നേടിയെടുത്ത കാര്യങ്ങളെ നിരവധി തവണ എക്സസൈസുകൾ ചെയ്തും ഇല്ലെങ്കിൽ ആവർത്തന പരിശീലനത്തിലൂടെയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ അവന്റെ പെർഫോമൻസ് അഥവാ മോട്ടോർ റീപ്രൊഡക്ഷൻ ശരിയായ വിധത്തിൽ നടക്കുകയുള്ളൂ. ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? ഇതാണ് മോട്ടോർ റീപ്രൊഡക്ഷൻ എന്ന് അറിയപ്പെടുക. അപ്പൊ അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ദ പെർഫോമൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ചിലപ്പോൾ ഇത് മോട്ടോർ റീപ്രൊഡക്ഷൻ എന്ന് തന്നെ ചോദിക്കണം എന്നില്ല കേട്ടോ. അവിടെ എന്താ തന്നെ പെർഫോമൻസ് എന്നും ചോദിക്കും. അപ്പോൾ ആൻസർ ഇത് തന്നെയാണ് കേട്ടോ. ഇനി വരുന്നത് മോട്ടിവേഷൻ. മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എന്നോ, ചിലപ്പോൾ മോട്ടിവേഷൻ എന്നല്ല ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് എന്നോ, പ്രബലനം, മലയാളത്തിൽ പ്രബലനം എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മോട്ടിവേഷൻ എന്നും പറയാം, റീഇൻഫോഴ്സ്മെന്റ് എന്നും പറയാം. ഓക്കെ, മലയാളത്തിൽ ആ വേർഡ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പ്രബലനം എന്ന് പറയുമ്പോൾ എന്താ കുട്ടികൾ അർത്ഥമാക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം. നമുക്ക് അതിലെ ആ ഒരു ചിത്രത്തിലേക്ക് നോക്കാം. മോട്ടിവേഷൻ, അങ്ങനെ അവന് സൈക്ലിംഗ് പഠിച്ചു, ആ ഒരു ട്രെയിനിങ് നല്ല വ്യക്തമായിട്ട് ട്രെയിനിങ് ലഭിച്ചു. ഇവിടെ അവന് റീഇൻഫോഴ്സ്മെന്റും കൂടി ലഭ്യമാവുകയാണെങ്കിൽ അവൻ വിജയപ്രാപ്തിയിലേക്ക്, അവന്റെ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ആ ഒരു എന്താ പറയുന്ന സാമൂഹിക അനുകരണത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഏറ്റവും ഒരു സക്സസ്ഫുള്ളി എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ്സിങ്ങിന്, സൈക്ലിംഗ് എന്ന പ്രോസസ്സിങ് അവന് എന്താ പറയുക വിജയകരമായി നേടിയെടുക്കാൻ അവന് കഴിഞ്ഞു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മോട്ടിവേഷൻ. അപ്പൊ മോട്ടിവേഷൻ, ഇനി മോട്ടിവേഷന്റെ കാര്യം പറയുവാണെങ്കിൽ പ്രോത്സാഹനം, ടീച്ചർ കൊടുക്കുന്ന പ്രബലനം, റീഇൻഫോഴ്സ്മെന്റുകൾ, മോട്ടിവേഷൻ, അംഗീകാരം, റിവാർഡുകൾ, മറ്റു ചില സമ്മാനങ്ങൾ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങൾ അല്ല, പ്രത്യക്ഷ പ്രകടനത്തിന്റെ, അതായത് അവന്റെ പ്രത്യക്ഷപരമായിട്ടുള്ള പെർഫോമൻസിന്റെ പ്രകടനം എന്ത് ചെയ്യുന്നു, കുട്ടികളെ വർദ്ധിപ്പിക്കുന്നു. അല്ല, അർത്ഥപൂർണമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ, മീനിങ് ഫുൾ ആയിട്ടുള്ള ആര് കൊടുക്കുന്നേ? ടീച്ചർ കൊടുക്കുന്ന ഫീഡ്ബാക്കുകൾ. ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അവന്റെ പെർഫോമൻസ് ബിക്കേം മോർ ബെറ്റർ, ഹി ബിക്കേം മോർ സക്സസ്ഫുള്ളി മാൻ അല്ലെ. അങ്ങനെ ഒരു സക്സസ്ഫുൾ മാൻ ആയിട്ട് അവൻ തീരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇങ്ങനെയാണ് ഒരു കുട്ടി ലാസ്റ്റ് മോട്ടിവേഷൻ വരെ എത്തിച്ചേരുന്നത്. മോട്ടിവേഷൻ പ്രോത്സാഹനം, ടീച്ചർ കൊടുക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള റിവാർഡുകൾ, സമ്മാനങ്ങൾ, അതുപോലെ തന്നെ അവന് ലഭിക്കുന്ന അംഗീകാരങ്ങൾ, ഇതിലൂടെയൊക്കെ തന്നെ ഞാൻ ഈ ചിത്രം കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അവനൊരു മോട്ടിവേഷൻ, ഒരു ടാസ്ക് പൂർത്തീകരിച്ചു, സക്സസ്ഫുള്ളി അവന്റെ ആ ടാസ്ക് കംപ്ലീറ്റഡ് ആയി അവൻ ജയിച്ചു. ഇതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ തിയറിയുടെ ഒരു ബേസിക് ഫോമുകൾ ഇതൊക്കെയാണ്. അതായത് നിരീക്ഷണം എടുത്തു പറയുകയാണെങ്കിൽ നിരീക്ഷണ പഠനത്തിന്റെയും അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒബ്സർവേഷൻ ലേണിംഗിന്റെ ദ ബേസിക് സ്റ്റേജസ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് ഈസ് ദിസ്. അപ്പൊ ഏതൊക്കെ ഒന്നുകൂടെ നമുക്ക് പറയാം: അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ ഓർ ദ പെർഫോമൻസ് ആൻഡ് ദ മോട്ടിവേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇന്ന് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ലേൺ, അതിന്റെ ചില അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പീപ്പിൾ ക്യാൻ ലേൺ ബൈ ഒബ്സർവിംഗ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ആൻഡ് ഔട്ട്കം ഓഫ് ദീസ് ബിഹേവിയേഴ്സ്. എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു, കുട്ടികൾ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നു, നിരീക്ഷണത്തിലൂടെയാണ് പല കാര്യങ്ങളും നമ്മൾ ഗൃഹസ്ഥമാക്കുന്നത്. അപ്പോൾ നിരീക്ഷണ പഠനത്തിന് ഇദ്ദേഹം വളരെ വലിയ പ്രാധാന്യം കൊടുത്തു. ലേണിംഗ് ക്യാൻ ഒക്കർ വിത്തൗട്ട് ചേഞ്ചിങ് ദ ബിഹേവിയർ
Cognition plays a role in learning. Learning can occur. Learning നടക്കുന്ന എങ്ങനെ without a change in your behavior. അപ്പോൾ കോഗ്നിഷൻ പ്ലേസ്, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കോഗ്നിഷൻ, അതായത് നമ്മുടെ വൈജ്ഞാനിക ഘടന ഈ പഠനത്തിൽ വലിയൊരു പ്രാധാന്യം നമുക്ക് എന്ത് ചെയ്യുന്നു, ലഭ്യമാക്കി തരുന്നു. ലേണിംഗ് ക്യാൻ ഒക്കർ വിതൗട്ട് എ ചേഞ്ച് ഇൻ ടു ദ ബിഹേവിയർ. നമ്മൾ ബിഹേവിയർ മാറ്റം വരാതെ നമ്മൾ ലേണിംഗ് നടക്കോ? ഇല്ല. കോഗ്നിഷൻ, അതുകൊണ്ട് നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ യുവർ ലേണിംഗ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈജ്ഞാനിക ഘടനയിൽ മാറ്റം വരണം. ആ മാറ്റം വരുത്തി എടുക്കുന്നത് ആരാ? ഞാൻ ഈ പറഞ്ഞ ഒരുപാട് പ്രോസസ്സിങ്ങുകൾ ഉണ്ടല്ലോ ഒബ്സർവേഷനിലൂടെയൊക്കെ. ആ ഒരു നിരവധി അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ, ഇതിലൂടെയൊക്കെയാണ്. അപ്പൊ ഇവിടെ എൻവയോൺമെന്റിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ എന്താ പറയുന്നത് ആ ചേഞ്ചസ് വരൂ. ലേണിംഗ് ക്യാൻ ഒക്കെ വിതൗട്ട് എ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ കോഗ്നിഷൻ പ്ലേ എ റോൾ ഇൻ ലേണിംഗ്. ഓക്കെ, ദെൻ വരുവാണെങ്കിൽ അപ്പൊ ഇതാണ് സോഷ്യൽ ലേണിംഗിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പ്രിൻസിപ്പിൾസുകൾ മനസ്സിലായിട്ടുണ്ടല്ലോ കുട്ടികളെ? ഒന്നുകൂടി പറയാം. പീപ്പിൾ ക്യാൻ ലേൺ, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരാതെ തന്നെ പഠനം എങ്ങനെ നടക്കാം. അവന്റെ സ്വഭാവത്തിൽ ലേണിംഗ് ക്യാൻ ഒക്കർ വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ കോഗ്നിഷൻ പ്ലേ റോൾ ഇൻ ലേണിംഗ്. അപ്പൊ അവന്റെ, അതായത് ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരാതെ തന്നെ പഠനം എങ്ങനെ നടക്കാം. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ എൻവയോൺമെന്റിന്റെ സഹായം ആവശ്യമാണ്. പക്ഷെ അവന്റെ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരാതെ തന്നെ പഠനം എങ്ങനെ നമുക്ക് നടത്താം. പഠനത്തിൽ അതുകൊണ്ട് തന്നെ ആ സ്വഭാവത്തിൽ മാറ്റം വരുത്താതെ തന്നെ പഠനം എങ്ങനെ നടക്കാന്ന് വെച്ചാൽ പഠനത്തിലുള്ള, അതായത് പഠനത്തിൽ അറിവിന്റെ പങ്ക്, വിത്ത് ദ റോൾ ഓഫ് ലേണിംഗ്. അറിവിലൂടെ അവൻ പഠിക്കുന്നു. അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താതെ തന്നെ അറിവിലൂടെ അവൻ പഠിക്കും. മനസ്സിലായല്ലോ? ലേണിംഗ് ക്യാൻ ഒക്കർ വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ. നിങ്ങൾ അവന്റെ സ്വഭാവത്തിൽ ഒന്നും മാറ്റം വരുത്താതെ തന്നെ അവൻ കോഗ്നിഷനിലൂടെ, അവന്റെ അറിവിലൂടെ അവൻ പഠനം നടത്തുന്നു. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. അവർ മുന്നോട്ട് വെച്ച ഒരു തത്വമാണ്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലൂടെ നിരീക്ഷിച്ച് പഠിക്കുന്നു. സ്വഭാവത്തിൽ മാറ്റം വരാതെ തന്നെ പഠനം നടക്കാം. പക്ഷെ അത് എങ്ങനെയുള്ളതാണെന്നാ പറയുന്നത്? അവൻ അറിവിലൂടെ, അവന്റെ കോഗ്നിഷനിലൂടെ അവൻ പഠനം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഇനി സോഷ്യൽ ലേണിംഗ് പെർസ്പെക്റ്റീവ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ് പനിഷ്മെന്റ്. ഇവിടെയും റീഇൻഫോഴ്സ്മെന്റിനും പണിഷ്മെന്റിനും പ്രാധാന്യം കൊടുക്കുന്നു. അതെങ്ങനാ? സോഷ്യൽ ലേണിംഗ് തിയറി പ്രോസസ് ദാറ്റ് ബോത്ത് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ഹാവ് ഇൻഡയറക്റ്റ് എഫക്ട് ഓഫ് ലേണിംഗ്. ശ്രദ്ധിക്കണം, ഡയറക്റ്റ് എഫക്ട് അല്ല, indirect effect of learning, because they are not the soul of main cause. Reinforcement and punishment influence the extent to which the individual exhibits a behavior that can be learned. അപ്പൊ ഇവിടെ എടുത്തു പറയുന്ന സോഷ്യൽ ലേണിംഗ് പെർസ്പെക്റ്റീവ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. ഇനി റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? പ്രബലനത്തിനും പണിഷ്മെന്റിനും, അതായത് ശിക്ഷയുടെയും ശക്തിപ്പെടുത്തലും എങ്ങനെയാണ് നമ്മുടെ സാമൂഹിക പഠനത്തിന്റെ വീക്ഷണഗതിയിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് പറയാം, സോഷ്യൽ ലേണിംഗ് തിയറി പർപ്പോസസ് ദാറ്റ് ബോത്ത് റീഇൻഫോഴ്സ്മെന്റ്, അതായത് നമ്മുടെ പ്രബലനം, ആൻഡ് പണിഷ്മെന്റ് ഹാവ് ഇൻഡയറക്റ്റ് എഫക്ട് ഓൺ ലേണിംഗ്. ഇത് എങ്ങനെയാണ് കുട്ടികളെ? അതായത് പ്രബലനവും ശിക്ഷയും പഠനത്തിൽ പരോക്ഷമായ സ്വാധീനമേ വിടുത്താറുള്ളൂ. പണിഷ്മെന്റിനെ എടുത്തു പറയും. അല്ല, പണിഷ്മെന്റ് നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ പഠനത്തിന് യാതൊരു തരത്തിലുള്ള അനുകൂലമായ കാഴ്ചപ്പാട് കൊണ്ടുവരത്തില്ല. പണിഷ്മെന്റ്, ദേ ആർ നോട്ട് ദ സോൾ ഓർ മെയിൻ കോസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. പിന്നെ അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റിന് ഇവര് ഈ ഒരു കാരണവശാലും ശിക്ഷ ഒരിക്കലും സഹായത്തുമില്ല. റീഇൻഫോഴ്സ്മെന്റ്, അതായത് ദേ ആർ നോട്ട് ദ സോൾ ഓർ മെയിൻ കോസ്. റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ഇൻഫ്ലുവൻസ് ദ എക്സ്റ്റൻസ് വിച്ച് ദ ഇൻഡിവിജ്വൽ എക്സിബിറ്റ്സ് എ ബിഹേവിയർ ആൻഡ് ഹാസ് ലേൺഡ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മളൊരു കുട്ടിക്ക് ഒരു അടി കൊടുക്കുകയാണ്. ഈ അടി കൊടുക്കുന്നത് ഒരിക്കലും അവന്റെ വൈജ്ഞാനിക വികസനത്തിന്റെ അല്ലെങ്കിൽ പ്രബലപ്പെടുത്തുന്നതിന് സ്വാധീനിക്കുകയില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഒരു 1 പോയിന്റിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു തല്ല് കൊടുക്കുകയാണ്. ഈ തല്ല് എന്ന് പറയുന്നത് അവന് യാതൊരു തരത്തിലും അവന് റീഇൻഫോഴ്സ്മെന്റിലേക്ക് അവന്റെ ബിഹേവിയറിൽ മാറ്റം വരുത്തുന്നതിന് സഹായിക്കത്തില്ല എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കേണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പണിഷ്മെന്റ് യാതൊരു തരത്തിലും സോഷ്യൽ ലേണിംഗ് തിയറിനെ ബാധിക്കാറില്ല. പണിഷ്മെന്റുകൾ യാതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസ്മെന്റ്, എസ്പെഷ്യലി റീഇൻഫോഴ്സ്മെന്റിന് നൽകത്തില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ദാറ്റ് ഇൻഫ്ലുവൻസസ് കോഗ്നിറ്റീവ് പ്രോസസ് ദാറ്റ് പ്രൊമോട്ട് ലേണിംഗ്. Therefore, attention play a critical role in learning, and attention is influenced by the expectation of the reinforcement.
ഇവിടെ നമ്മുടെ അറ്റൻഷൻ നമ്മുടെ ശ്രദ്ധയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു നമ്മുടെ നിരീക്ഷണത്തിൽ പോകണം. അപ്പൊ നിരീക്ഷണത്തിലൂടെ പല ഒബ്ജക്ട്സുകളും നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് കൃതസ്ഥമാക്കി എടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധയാണ്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പലതും പഠിച്ചെടുക്കും. അപ്പൊ അവിടെ എക്സ്പെക്ടേഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റിന് ഇവിടെ പ്രബലനം നടത്തണം. റീഇൻഫോഴ്സ്മെന്റ് നമ്മളെ പഠിച്ച കാര്യങ്ങൾ ഒരു ശക്തിപ്പെടുത്തലിന് നമ്മളെ സഹായിക്കുന്നത് ആരാ? നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സാണ് അപ്പൊ ആ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ് പ്രൊമോട്ട് ലേണിംഗ്. ആ കൊഗ്നിറ്റീവ് പ്രോസസ്സാണ് നമ്മുടെ ലേണിങ്ങിനെ സഹായിക്കുന്നത് അല്ലെ. ആ കൊഗ്നിറ്റീവ് പ്രോസസ്സ് എങ്ങനെ നേടിയെടുക്കും? ദെയർഫോർ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ. നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ശ്രദ്ധ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശ്രദ്ധാപൂർവ്വം എന്താണോ നമ്മൾ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് ഓരോ കോൺസെപ്റ്റുകളും നേടിയെടുക്കുകയാണ്. അപ്പോൾ അറ്റൻഷൻ പ്ലേ ക്രിട്ടിക്കൽ റോൾ ഇൻ ലേണിംഗ് ആൻഡ് അറ്റൻഷൻ ഈസ് ഇൻഫ്ലുവൻസ്. ഈ ശ്രദ്ധ തന്നെയാണ് പിന്നെ നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പല കോൺസെപ്റ്റുകളെയും ശക്തിപ്പെടുത്തുന്നതിന്, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റിന് സഹായിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഒരു നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഏതാണ്? പണിഷ്മെന്റിന് യാതൊരു തരത്തിലുള്ള ശക്തിപ്പെടുത്തലുകളിലും, അതായത് റീഇൻഫോഴ്സ്മെന്റിനെ ഒരിക്കലും നെവർ ഇൻഫ്ലുവൻസ്ഡ് ദി റീഇൻഫോഴ്സ്മെന്റ്. ആരാ? പണിഷ്മെന്റ് എന്നും ആര് പറയുന്നുണ്ട്? സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഒരു റൂളിന്റെ ഭാഗമായിട്ട്, ഒരു പ്രിൻസിപ്പളിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിപ്പളുടെ നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഭാഗമായിട്ട് പഠിച്ചു. പീപ്പിൾ ക്യാൻ ഒബ്സർവിങ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ആൻഡ് ഔട്ട്കം ഓഫ് ദോസ് ബിഹേവിയർ. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്നതിലൂടെ, അതായത് മറ്റുള്ളവരുടെ അനുകരണത്തിലൂടെ പഠിച്ച കാര്യത്തിൽ നിന്നും താൻ പലതും നേടിയെടുക്കുന്നു. നിരീക്ഷിച്ച് ആളുകൾ നമ്മൾ പഠനത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു. ദെൻ പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും വിത്തൗട്ട് ചേഞ്ച് യുവർ ബിഹേവിയർ. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരാതെ തന്നെ പഠനം നമ്മളെ നടത്താം. പക്ഷെ അത് എങ്ങനാ? പഠനത്തിൽ അറിവിന് പങ്കുണ്ട്. അറിവ് നേടിയെടുക്കുന്നത് എങ്ങനെ? നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ് വികസിപ്പിക്കുന്നത് എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ അറ്റൻഷൻ. അറ്റൻഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നിരീക്ഷണത്തിലൂടെ, അറ്റൻഷനിലൂടെ, റിട്ടൻഷനിലൂടെ, മോട്ടോർ റീപ്രൊഡക്ഷനിലൂടെ, നെക്സ്റ്റ് മോട്ടിവേഷനിലൂടെ. ഇതാണ് നിരീക്ഷണ പഠനത്തിന്റെയും ഒരു ബേസിക് സ്റ്റേജസുകൾ എന്നറിയപ്പെടുന്നത്. ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഈ ഒരു ഭാഗങ്ങൾ. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു നമ്മുടെ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമ്മൾ ആ ഒരു എന്താ പറയുന്നത്, തുടക്കത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ബുക്കുകളുടെ പേരുകളുണ്ടല്ലോ, ആ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. പിന്നെ ലേണിംഗ് ആൻഡ് പെർഫോമൻസ്, പഠിക്കലും പ്രകടിപ്പിക്കലും ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ആ കുട്ടികളെ? ലേണിംഗ് ആൻഡ് പെർഫോമൻസ്, പഠിക്കലും പ്രകടിപ്പിക്കലും എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നതും ആര് തന്നെയാണ്? ആൽഫ്രഡ് ബന്തുരിയാണ്. ഒന്നുകൂടി, ലേണിംഗ് ആൻഡ് പെർഫോമൻസ് മറക്കരുത്, പഠിക്കലും പ്രകടിപ്പിക്കലും, പുട്ട് ഫോർവേഡ് ബൈ ബന്തുര. അതും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടിസ്ഥാന തത്വങ്ങളുണ്ട് കുട്ടികൾ, ആ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അതായത് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ, അതായത് നിരീക്ഷണ വ്യവഹാരത്തിന്റെ, അതായത് നിരീക്ഷണ പഠനത്തിന്റെ, ഒബ്സർവേഷൻ ലേണിംഗിന്റെ ബേസിക് സ്റ്റേജസ് ഓഫ് ഹിസ് ഒബ്സർവേഷൻ ലേണിംഗ്. ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് വെച്ചാൽ എൻ്റെ വ്യവഹാരത്തിന്റെ ബിഹേവിയറൽ ചേഞ്ചസിൽ വരുത്തുന്ന ആ ഒരു ചേഞ്ചസ്, നിരീക്ഷണത്തിലൂടെ ഞാൻ നേടിയെടുക്കുന്ന അറിവ്, അതാണ് ഉദ്ദേശിച്ചത്. ഏത് സ്റ്റേജസിലൂടെയാണ് എനിക്ക് ആ അറിവ് ഞാൻ നേടിയെടുക്കുന്നത്? ദെയർലി 3 ടൈപ്പ് ഓഫ് സ്റ്റേജസ് ഇൻക്ലൂഡഡ് ഇൻ ദി എന്താ പറയുന്ന അദ്ദേഹത്തിന്റെ സാമൂഹ്യ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ പഠനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഹിസ് സോഷ്യൽ ലേണിംഗ് തിയറി. ദേ ആർ ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്, എന്താണ് പറയുന്നത്? ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റുകൾ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് വരുന്നത് വേരിയസ് ആദേശിക പ്രബലനം അഥവാ വിക്ടോറിയസ് റീഇൻഫോഴ്സ്മെന്റ്. എന്താണ് വിക്ടോറിയസ് റീഇൻഫോഴ്സ്മെന്റ്? സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് റീഇൻഫോഴ്സ്മെന്റ്. ഒന്നുകൂടി, ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്, വിക്ടോറിയസ് ആണ് കേട്ടോ, വിക്ടോറിയസ് റീഇൻഫോഴ്സ്മെന്റ്, സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ പ്രത്യക്ഷപരമായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ്, എനിക്ക് ഡയറക്റ്റ്ലി ലഭിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ്. വിക്ടോറിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ ആദേശിതമായി എനിക്ക് ലഭിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ്. തേർഡ് എന്ന് പറയുന്നത് സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് റീഇൻഫോഴ്സ്മെന്റ്, ഞാൻ സ്വയം നേടിയെടുക്കുന്ന ഒരു റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഇതില് പ്രത്യക്ഷ റീഇൻഫോഴ്സ്മെന്റ് ഡയറക്റ്റ്ലി ഞാൻ തന്നെ നേടിയെടുക്കുന്ന ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. രണ്ടാമത്തെ പറയുന്നതാണ് വിക്ടോറിയസ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ വിക്ടോറിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ ഒരു മാതൃകാ വ്യക്തിയുടെ പ്രത്യക്ഷമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ അവൻ നേടിയെടുക്കുന്നത്.
അല്ല, അവൻ സ്വയം നേടിയെടുക്കുന്നതല്ല, മറ്റൊരു മാതൃകയിലൂടെ, ഇമിറ്റേഷനിലൂടെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് അവൻ നേടിയെടുക്കുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? വിക്കോറിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്നറിയപ്പെടുന്നത്. തേർഡ് എന്ന് പറയുന്നത് സ്വയം നൽകുന്ന പ്രബലം. ഞാൻ സ്വയം നേടിയെടുക്കുന്നത് പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിൽ അവൻ നേടിയെടുക്കുന്ന ഒരു റീഇൻഫോഴ്സ്മെന്റും സ്വയം ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിൽ നിന്നും അതായത് എൻ്റെ മാതൃകാ വ്യക്തി, അതായത് ഞാൻ അനുകരിക്കുന്ന ഒരു മാതൃകാ വ്യക്തിയിൽ നിന്നും ഞാൻ നേടിയെടുക്കുന്ന അനുകരണം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് നേടിയെടുക്കും, അതല്ലാതെ ഞാൻ മറ്റൊരു മാതൃകാ വ്യക്തിയുടെ അനുകരണത്തിൽ നിന്ന് ഞാൻ നേടിയെടുക്കും. അപ്പൊ അങ്ങനെ ആ അനുകരണം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കും, എന്നെ സ്വാധീനിക്കും. മനസ്സിലാക്കിക്കോണേ, അതാണ് ഡയറക്റ്റ്ലി ഞാൻ നേടിയെടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി, ഡയറക്റ്റ് ഞാനൊരു വ്യക്തിയെ അനുകരിക്കും, പക്ഷെ ഞാൻ ആ വ്യക്തിയെ അനുകരിച്ച് എൻ്റെ മാതൃകയുടെ ഭാഗമായിട്ട് ഞാൻ അതെൻ്റെ ജീവിതത്തിന് ഈസ് എ പാർട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനെയാണ് വിക്കോറിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്നറിയപ്പെടുന്നത്. വിക്കോറിയസ്. ദെൻ സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞ് സ്വയം നൽകുന്ന പ്രബലമാണ്. ഞാൻ എന്നിലൂടെ നൽകുന്ന, അല്ലെ, സ്വയം ഞാൻ നൽകുന്ന എന്താ പറയുന്ന പ്രബലനം. ഞാൻ തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് പങ്കുവയ്ക്കും മറ്റുള്ളവരിലേക്ക്. അതിനെയാണ് സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് റീഇൻഫോഴ്സ്മെന്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് മൂന്നും നിങ്ങളൊന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചോണം കുട്ടികളെ. ഒന്ന് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്, ഇതൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾ. എന്തൊക്കെയാണ്? ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റുകൾ, വിക്കോറിയസ് റീഇൻഫോഴ്സ്മെന്റുകൾ, സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് റീഇൻഫോഴ്സ്മെന്റുകൾ. ഇങ്ങനെ 3 തരത്തിലുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹിസ് സോഷ്യൽ ലേണിംഗ് തിയറി. അത് മേ ബി ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോഴൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ പ്രത്യക്ഷ പ്രബലനം, ആദേശിത പ്രബലനം, സ്വയം നൽകുന്ന പ്രബലനം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ സോഷ്യൽ ലേണിംഗ് തിയറി എന്നറിയപ്പെടുന്ന ഭാഗം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറി. അപ്പൊ ആ ഭാഗം കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.